ഒരു വേദിയെ ധന്യമാക്കുന്നത് ഈശ്വര സാന്നിധ്യം കൊണ്ടാണ്. ഈ ബജറ്റ് സമ്മേളനത്തെ പൂർണ്ണതയിലെത്തിക്കുവാൻ ഈശ്വര പ്രാർത്ഥനയ്ക്ക് കവിതയെ സ്നേഹാദരവോടുകൂടി ക്ഷണിക്കുന്നു. ജഗന്നാഥ ജഗന്നാഥ ജീപ്പോ നിന്നാമ സിന്ധു ജനകോടിയഗതായ മധുര ബിന്ദു പ്രഭാതം നിൻ മന്ദഹാസം പ്രദോഷം നിൻ ശോഭഗാനം പ്രകൃതി വരണ്ടു എനിക്കു വേണം കരയാനും ചിരിക്കാനും നിന്നിൽ നിന്നും പഠിക്കുമ കമനീയ സ്വഭാവങ്ങൾ എനിക്കു വേണം. ജഗന്നാഥ ജഗന്നാഥ ജീപ്പോ നിന്നാമ സിന്ധു ജനകോടിക്കഗതായ മധുര ബിന്ദു. പുഞ്ചിരിയോളം വലിയൊരു സമ്മാനമില്ല. നമ്മുടെ മുന്നിലായിരിക്കുന്നവരെ ഹൃദയത്തോടുകൂടി ചേർത്ത് പിടിക്കുക. സ്വാഗതം ആശംസിക്കുന്നതിനായി വെള്ളടി ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും ആദരണീയ സെക്രട്ടറി സ്നേഹാദരവോടുകൂടി ക്ഷണിക്കുന്നു. യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയവരെ പഞ്ചായത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ആശംസിച്ച സെക്രട്ടറി കൃത്യമായ നന്ദി. ആമുഖ സന്ദേശം നൽകുന്നതിനായി വെള്ളടി ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും ആദരണീയനായ പ്രസിഡന്റിനെ സ്നേഹാദരവോടുകൂടി ക്ഷണിക്കുന്നു. ഏറെ ബഹുമാനിയായ വെള്ളട ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ശ്രീമതി സൗള വിൻസൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ കെ ജി നാരായണദാസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി എസ് ജയന്തി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ അശോക് കുമാർ, ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനിയനായ സെക്രട്ടറി, ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാനിയായ ജനപ്രതിനിധികൾ, മാതൃഭൂമി പത്രത്തിന്റെ റിപ്പോർട്ടർ ശ്രീ രാജൻ, കൗമുദിയുടെ റിപ്പോർട്ടർ ശ്രീ രാജേന്ദ്ര പ്രസാദ്, വീക്ഷണം പത്രത്തിന്റെ റിപ്പോർട്ടർ ശ്രീ മോഹൻദാസ്, ഗ്രാമപഞ്ചായത്തിന്റെ AS ഉണ്ണികൃഷ്ണൻ അവர்கள், JS, മറ്റു പ്രിയമുള്ളവരെ, ഈ ഭരണസമിതിയുടെ 4ാമത്തെ ബഡ്ജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന് 3 വർഷം പിന്നിടുകയാണ്. ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ 2024-25 വാർഷിക പദ്ധതി പൂർത്തീകരണം ഈ ഭരണസമിതിക്കുള്ളതാണ്. 25-26 പദ്ധതി ബഡ്ജറ്റ് അവതരിപ്പിക്കാമെങ്കിൽ അത് നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് ആ ഭരണസമിതിയുടെ കാലാവധിക്ക് കഴിയില്ല. അത് അടുത്ത ഭരണസമിതിക്ക് മാത്രമേ ചെയ്യാനായിട്ട് കഴിയൂ. അതുകൊണ്ട് തന്നെ 2024-25 എന്ന് പറയുന്ന ഈ വർഷം ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ള പദ്ധതികൾ അത് പൂർത്തീകരിച്ച് ഈ ഭരണസമിതിക്ക് കാലാവധി പൂർത്തിയാക്കണമെന്ന ലക്ഷ്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ 2010 അന്നത്തെ ഭരണസമിതിയാണ് വെള്ളട ഗ്രാമപഞ്ചായത്തിൽ ഒരു സ്റ്റേഡിയത്തിന് വേണ്ടിയുള്ള സ്ഥലം വാങ്ങിയത്. വർഷങ്ങൾ 10-12 വർഷമായപ്പോഴും സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി 23-24 വാർഷിക പദ്ധതി 30 ലക്ഷം രൂപയുടെ വികസന ഫണ്ട് വിനിയോഗിച്ച് അവിടെ സ്റ്റേഡിയത്തിന്റെ ഏകദേശ പണി നടന്നു വരുന്നു. ഈ മാർച്ച് 31 പൂർത്തിയാകും. അത് കഴിഞ്ഞാൽ ആ സ്റ്റേഡിയം യാഥാർത്ഥ്യമാകാനായിട്ട് ചെയ്യേണ്ടത്, അവിടെ നമുക്ക് ടോയ്ലറ്റ് സംവിധാനമില്ല, അവിടെ കളിക്കാനുള്ള ആളുകൾ ഡ്രസ് മാറുന്നതിന് വേണ്ടിയുള്ള റൂം കിട്ടമില്ല, അതുപോലെ തന്നെ ലൈറ്റ് സംവിധാനമില്ല. ഈ 3 കാര്യങ്ങളും പൂർത്തീകരിക്കുക ഈ വർഷത്തെ 24-25 വാർഷിക പദ്ധതി അതിനാവശ്യമായ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഈ വർഷം 24-25 ഡിസംബർ ആകുമ്പോൾ നമ്മുടെ വെള്ളട ഗ്രാമപഞ്ചായത്തിന്റെ സ്റ്റേഡിയം യാഥാർത്ഥ്യമാവുകയാണ്. അതുപോലെ തന്നെ വെള്ള ഗ്രാമപഞ്ചായത്ത് ഈ ഭരണസമിതി തന്നെ വെള്ള പഞ്ചായത്തിനകത്ത് 14 കുളം നമ്മുടെ പഞ്ചായത്തിനകത്തുണ്ട്. ഈ ഭരണസമിതി വന്നപ്പോൾ ഏകദേശം 6-7 കുളത്തിന്റെ പണി
ആരംഭിച്ചു. അതിന് 3 കുളം, അതായത് വേങ്ങൂർ വാർഡിലെ വാഴവിളക്കുഴി കുളവും, വെള്ളട വാർഡിലെ ചിറത്തലേക്കൽ കുളവും, അതുപോലെ തന്നെ നമ്മുടെ പൊന്നമ്പി വാർഡിലെ ഷീലാമിസന്റെ പൊന്നമ്പി വാർഡിലുള്ള കുളവും, മേലിക്കുട്ടി വാർഡിലുള്ള കുളം ആദ്യഘട്ടമായി പൂർത്തീകരിക്കാനായിട്ട് കഴിയില്ല. പക്ഷേ ഈ 3 കുളങ്ങൾ ഈ വർഷം LSD ഫണ്ട് കൂടി വിനിയോഗിച്ചുകൊണ്ട് ഈ വർഷം അത് പൂർത്തിയാക്കുകയാണ്. അതുപോലെ തന്നെ വെള്ളം ഗ്രാമപഞ്ചായത്തിന്റെ ഏക ലക്ഷ്യമായിരുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ച ആയ വിഷയമാണ് പൊതുമശാലത്തിന് വേണ്ടിയുള്ള സ്ഥലമാണ്. നമ്മൾ ഭരണസമിതി 70 സെന്റ് സ്ഥലം അതിനുവേണ്ടി വാങ്ങുകയും 50 സെന്റ് സ്ഥലം പൊതുമശാലത്തിനും 20 സെന്റ് സ്ഥലം സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ദഹിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ദഹിപ്പിക്കാം, അല്ലെങ്കിൽ അവർ അടക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു 20 സെന്റ് സ്ഥലം പ്രത്യേകമാക്കി 3 ആളുകളെ ഇപ്പോൾ അവിടെ അടക്കം ചെയ്യാനായിട്ട് കഴിഞ്ഞു. അതിനുവേണ്ടി 1 കോടി രൂപ നമ്മുടെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് ഗ്രാമപഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് അതും ഈ വർഷം പൂർത്തീകരിക്കാനായിട്ട് കഴിയുമെന്ന് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അല്ലെങ്കിൽ നമുക്ക് ഡിസംബർ അടുത്ത വർഷം തന്നെ അതിന്റെ പൂർത്തീകരണവും നമുക്ക് യാഥാർത്ഥ്യമാക്കാനായിട്ട് കഴിയും. അതാണ് ഈ 3 വർഷത്തിനകത്ത് ഈ ഭരണസമിതിക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുള്ള കാര്യം. നമ്മുടെ പഞ്ചായത്തിൽ 34 അംഗനവാടികളുണ്ട്. ഏറ്റവും താഴെത്തട്ടിൽ വിദ്യാഭ്യാസം നൽകുന്നവരാണ് നമ്മുടെ പഞ്ചായത്ത് ആളുകൾ എന്ന നിലയിൽ. അവിടെ ഈ ഭരണസമിതി തന്നെയാണ് എല്ലാ അംഗനവാടികളും സ്മാർട്ട് ആക്കണമെന്ന് തീരുമാനിക്കുകയും അതിന്റെ 23 അംഗൻവാടികൾ നമ്മൾ സ്മാർട്ട് ആക്കി കഴിഞ്ഞു. ഈ ബാക്കി വരുന്ന അംഗൻവാടികൾ നിർബന്ധമായും 24, 25 വാർഷിക പദ്ധതിയിൽ ആ അംഗൻവാടികൾ പൂർത്തീകരിക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള 23 വാർഡിലെയും അംഗൻവാടികൾ സ്മാർട്ട് ആവുകയാണ്. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് റൂമുകൾ യാഥാർത്ഥ്യമാവുകയാണ്. അങ്ങനെ തുടങ്ങി വെച്ച പദ്ധതികളെല്ലാം ഈ ഭരണസമിതി തുടങ്ങി വെച്ച പദ്ധതികളെല്ലാം 24, 25 വാർഷിക പദ്ധതി നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും അത് നടത്തും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളെ കുറിച്ച് വളരെ വിശദമായി ഈ ഗ്രാമപഞ്ചായത്തിന്റെ 24, 25 വാർഷിക പദ്ധതിയിലെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി സർല വിൽസൺ അവരെ ക്ഷണിക്കുന്നു. മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് വാദം നിർത്തുന്നു. നമസ്കാരം. 2024-25 സാമ്പത്തിക വർഷത്തിന്റെ ബഡ്ജറ്റ് കോപ്പി ഇപ്പോൾ ബഹുമാനമുള്ള വെള്ളട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിക്കുന്നു. ബഡ്ജറ്റാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ജനങ്ങളുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന ഭരണ സംവിധാനം എന്ന നിലയിൽ പ്രാദേശിക സർക്കാരുകൾക്ക് വലിയ പ്രാധാന്യമാണ്. ജനങ്ങളുമായി നേരിട്ട് ഇടപെടാനും അവരുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുന്നത് പ്രാദേശിക സംവിധാനത്തിലൂടെയാണ്. സുസ്ഥിരവും സർവോത്മകവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ വികസന പ്രക്രിയയിൽ ഊന്നിയ ഒരു നവകേരള സൃഷ്ടിക്കായാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ പശ്ചാത്തല സേവന ഉൽപാദന മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പ്രോജക്റ്റുകൾ വിഭാവന ചെയ്യുന്നു. ഭക്ഷ്യവിളകൾ, പഴം, പച്ചക്കറികൾ, പാൽ, മുട്ട എന്നിവയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനും കുടിവെള്ളക്ഷാമം പരിഹരിക്കാനും ആയുർവേദം, ഹോമിയോ, CHC എന്നിവിടങ്ങൾക്ക് ആവശ്യമായ മരുന്നുകൾ വിതരണം ചെയ്യാനും അറ്റകുറ്റപ്പണികൾ, ആംബുലൻസ് സർവീസ്, പാലിയേറ്റീവ് കെയർ പദ്ധതി എന്നിവയിലൂടെ ആരോഗ്യ പ്രവർത്തനം മെച്ചപ്പെടുത്താനും അംഗനവാടികൾ വഴി വിവിധ പോഷകാഹാര പദ്ധതികൾ, ശാരീരിക വെല്ലുവിളി നേടുന്നവർക്ക് സ്കോളർഷിപ്പ് ബത്തയും നൽകി വരുന്നു. കുട്ടികൾക്കും ഉല്ലാസത്തിനും വിദ്യാഭ്യാസത്തിലൂടെ പുതിയ തലമുറയെ 20 അംഗനവാടികൾ സ്മാർട്ടാക്കി ബാക്കി അംഗനവാടികൾ സ്മാർട്ടാക്കാൻ പദ്ധതി ലക്ഷ്യമിടുന്നു. വിദ്യാഭ്യാസ മേഖലയെ നല്ല മുന്നേറ്റത്തിലേക്ക് നയിക്കുന്നതിലേക്കായി പ്രീ പ്രൈമറി സ്കൂളുകൾ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിനും ക്ലാസ് റൂമുകൾ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ആക്കുകയും ചെയ്യുന്നു. ഭിന്നശേഷിക്കാർക്ക് അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചു. 25 വർഷം പൂർത്തീകരിച്ച കുടുംബശ്രീ വനിതകൾക്ക് സ്വന്തം കാലിൽ നിൽക്കുന്നതിനും ത്രിതല സംവിധാനത്തിൽ വിവിധങ്ങളായ സ്വയം തൊഴിൽ പദ്ധതികൾ ലക്ഷ്യമിടുന്നു. ജ്വാല സ്ത്രീകളുടെ സമഗ്ര വികസനവും സുരക്ഷയുമാണ്. പഞ്ചായത്തിന്റെ പ്രധാന പദ്ധതിയായ പൊതുശ്മശാനം ഇന്ന് യാഥാർത്ഥ്യമാകുന്നതിന് ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നതിൽ വളരെ അഭിമാനമുണ്ട്. അതിദരിദ്രർക്ക് വാതിൽപ്പടി സേവനങ്ങൾ എന്നിവയ്ക്കും പദ്ധതി ലക്ഷ്യമിടുന്നു. പട്ടികജാതിക്കാർക്ക് പഠനമുറി, സ്ഥലം വാങ്ങൽ, ലാപ്ടോപ്പ് എന്നിവ
പദ്ധതിയിൽ വകയിരുത്തുന്നു. വൃദ്ധർക്ക് സംയുക്ത പ്രോജക്റ്റുകളും വൃദ്ധർക്ക് കട്ടിൽ, പകൽ വീട്, പാതയം എന്നിവയും ലക്ഷ്യമിടുന്ന പഞ്ചായത്ത് മീറ്റിംഗ് ഹാൾ 2024-25 സാമ്പത്തിക വർഷത്തിൽ വിഭാവനം ചെയ്യുന്നു. കേരള സർക്കാരിന്റെ നവകേരള മിഷൻ പദ്ധതിയുടെ ഭാഗമായി എല്ലാവർക്കും വീട് എന്നത് സാക്ഷാത്കരിക്കാൻ ലൈഫ് ഭവന പദ്ധതിക്ക് കഴിയുമോ എന്ന ആശങ്കയിലാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ദീർഘവീക്ഷണത്തോടെ വിഭവങ്ങൾ വിനിയോഗിക്കുകയും വരും തലമുറയ്ക്ക് കൂടി ഉപയോഗമാകുന്ന വിധത്തിൽ പരിസ്ഥിതിയെയും ചുറ്റുപാടുകളെയും സംരക്ഷിക്കുന്നതിന് കരുതലോടെ പ്രവർത്തിക്കുകയും അടിയന്തര പ്രശ്നങ്ങൾക്ക് സമയബന്ധിത പരിഹാരം ലഭ്യമാക്കേണ്ടത് ആവശ്യമാണ്. സർക്കാർ സ്ഥാപനങ്ങൾ, ഏജൻസികൾ, വകുപ്പുകൾ എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകളും ഗുണഭോക്തൃ വിഹിതം, വായ്പ തുടങ്ങിയവയും പഞ്ചായത്തിന്റെ തനത് വരുമാനവും കൂട്ടിച്ചേർത്താണ് നമ്മുടെ വിഭവ സ്രോതസ്. കൃഷിക്ക് പ്രാധാന്യം നൽകുകയും വനിതകൾക്ക് പെണ്ണിടവും ഹാപ്പിനെസ് പാർക്കും ഹരിത ഭവനവും യാഥാർത്ഥ്യമാക്കുന്നതിനായി സുസ്ഥിര വികസന കാഴ്ചപ്പാടോടുകൂടി ബഡ്ജറ്റ് അവതരണത്തിലേക്ക് കടക്കട്ടെ. കൃഷിയും അനുബന്ധ മേഖലയും. ഗ്രാമപഞ്ചായത്തിലെ കൃഷി അനുബന്ധ മേഖലയും പ്രവർത്തിച്ചു വരുന്ന ധാരാളം മാതൃകാ കർഷകരുള്ളതാണ് നമ്മുടെ വെള്ളട ഗ്രാമപഞ്ചായത്ത്. അടുക്കള കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ടുണ്ട്. വാഴ കൃഷി വികസനം 1,12,500 രൂപ, പച്ചക്കറി കൃഷി ടെറസിലും മുറ്റത്തിലും 1,12,500, കിഴങ്ങ് വർഗ്ഗ കിറ്റ് വിതരണം 2 ലക്ഷം, കുരുമുളക് തൈ വിതരണം 75,000, പൂവനി പുഷ്പകൃഷി 2024 3,37,500, പച്ചക്കറി കൃഷി വികസനം 75,000, ഹരിതഭവനം ഞങ്ങളും കൃഷിയിലേക്ക് 7 ലക്ഷം, മൃഗസംരക്ഷണവും ക്ഷീരവികസനവും ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും പ്രാമുഖ്യം നൽകിയ ഒരു കാർഷിക വൃത്തിയാണ് മൃഗസംരക്ഷണം. മൃഗസംരക്ഷണ മേഖലയിൽ പശു വളർത്തൽ, ആട് വളർത്തൽ, കോഴി വളർത്തൽ എന്നിവ നടന്നു വരുന്നു. ഈ മേഖലയിൽ ജനറൽ വനിതാ വിഭാഗങ്ങളിലായി വിവിധ പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. സമഗ്ര ക്ഷീര വികസനമാണ് പഞ്ചായത്ത് ലക്ഷ്യം വയ്ക്കുന്നത്. ക്ഷീരസമൃദ്ധി 1,50,000, കറവ പശുക്കൾക്ക് കാലിത്തീറ്റ സബ്സിഡി 1 ലക്ഷം, മൃഗാശുപത്രി മരുന്ന് വാങ്ങൽ 5 ലക്ഷം, പശു വളർത്തുന്നതിനായി 23 ലക്ഷം, കോഴി വളർത്തൽ 1,38,000. പരിസ്ഥിതി മണ്ണ് ജല സംരക്ഷണം. പരിസ്ഥിതി മണ്ണ് ജല സംരക്ഷണ മേഖലയിലെ തൊഴിലുറപ്പ് പദ്ധതിയുമായി സംയോജിപ്പിച്ച് ഏകദേശം 20 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. വിവിധ കുളങ്ങളും നവീകരണങ്ങൾ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ഇനത്തിൽ 38,78,500 രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഭവന നിർമ്മാണം. ലൈഫ് ഭവന നിർമ്മാണത്തിനായി വികസന ഫണ്ടിനത്തിൽ ജനറൽ ലിസ്റ്റിൽ ഉള്ളവർക്ക് തുക അനുവദിക്കുന്നതിന്റെ ജനറൽ 40% രൂപയും 40 ലക്ഷം രൂപയും, ലൈഫ് 2020 ഭവന പദ്ധതി പട്ടികജാതിക്കാർക്ക് 15 ലക്ഷം രൂപയും, പട്ടികജാതിക്കാർക്ക് വീട് വാസയോഗ്യമാക്കുന്നതിൽ 15 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ആരോഗ്യം, ശുചിത്വം. അശരണരായ കിടപ്പ് രോഗികളെ സംരക്ഷിക്കുക എന്നത് കർത്തവ്യമാണ്. എല്ലാ വർഷവും വെള്ളട ഗ്രാമപഞ്ചായത്ത് ഇപ്രകാരമുള്ളവരെ ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. പാലിയേറ്റീവ് കെയറിനായി 17 ലക്ഷം രൂപയും, വയോജനങ്ങളെ ചേർത്ത് നിർത്തുന്നതിനായി വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്യുന്നതിനായി 10 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. വെള്ളട ഗ്രാമപഞ്ചായത്ത് വലിച്ചെറിയ വിമുക്ത ഗ്രാമമായി പ്രഖ്യാപിക്കുന്നതിലേക്ക് നിരവധി പ്രവർത്തനങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങളുമായി നടപ്പിലാക്കുന്നു. ഈ മേഖലയിൽ താഴെ പറയുന്ന വിവിധ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. ഹരിതകർമ്മ സേന പ്രവർത്തനങ്ങൾക്കായി 2 ലക്ഷം രൂപ, വ്യക്തികൾക്ക് ബയോ കമ്പോസ്റ്റ് ബിൻ വിതരണം ചെയ്യുന്നതിനായി 5 ലക്ഷം രൂപ, ഘടക സ്ഥാപനങ്ങളിൽ ബയോബിൻ വാങ്ങി നൽകുന്നതിനായി 1 ലക്ഷം രൂപ, പാതയോരങ്ങളിലും പ്രധാന കവലകളിലും ബിന്നുകൾ സ്ഥാപിക്കുന്നതിനായി 7,58,500 രൂപയും, MCF നിർമ്മാണത്തിനായി 20 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസം, കല, സംസ്കാരം. സാർവത്രിക വിദ്യാഭ്യാസം ലക്ഷ്യമിട്ടുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുക എന്നത് ഗ്രാമപഞ്ചായത്തിന്റെ കടമയാണ്. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് വളരെ വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. സർക്കാർ സ്കൂളുകളിൽ പ്രീ പ്രൈമറി ശാക്തീകരണം ലക്ഷ്യമാക്കിക്കൊണ്ട് 8,30,000 രൂപയും, സ്കൂൾ കുട്ടികൾക്ക് കരോട്ട പരിശീലനത്തിനായി 1 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. വെള്ളട ഗ്രാമപഞ്ചായത്തിലെ 3 സർക്കാർ സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ് റൂം പദ്ധതിയും ആവിഷ്കരിച്ചിട്ടുണ്ട്. സ്കൂളുകളുടെ പശ്ചാത്തല സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് പ്രാധാന്യം നൽകി ഗവൺമെന്റ് UP സ്കൂൾ വെള്ളട വൈദ്യുതീകരണത്തിനായി 5 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. സൗരോർജ്ജത്തിൽ നിന്നും ഊർജ്ജോൽപാദനം എന്ന ലക്ഷ്യത്തോടുകൂടി ഗവൺമെന്റ് UPSൽ വെള്ളടയ്ക്ക് സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി 3 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്.
യുവജനക്ഷേമം ഇന്നത്തെയും നാളത്തെയും യുവജനങ്ങൾ നാടിന്റെ കരുത്താണ്. നടുവുയർത്തി തലയുയർത്തി നിലകൊള്ളുന്ന യുവതയാണ് നമ്മുടെ നാടിന് ആവശ്യം. യുവജനങ്ങളുടെ കലാകായിക സാംസ്കാരിക ഉന്നമനത്തിനായി വിവിധ പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ കലാകായിക ശേഷി മാറ്റിവെക്കുന്നതിന് വേണ്ടി കേരളോത്സവത്തിന് 1,50,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് തല കായിക വികസനത്തിന് 1,20,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. സാമൂഹ്യക്ഷേമ പദ്ധതികൾ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് താങ്ങും തണലുമാകും വെള്ളാട്ട ഗ്രാമപഞ്ചായത്ത്. അഗതി രഹിത കേരള പദ്ധതിക്കായി 8 ലക്ഷം രൂപയും പാതയം പദ്ധതിക്കായി 3 ലക്ഷം രൂപയും അതിദരിദ്രരെ ഉന്നമനത്തിനായി 5 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. വനിതാ ശാക്തീകരണം സ്ത്രീ സുരക്ഷയും സ്ത്രീ ശാക്തീകരണത്തിൽ ലഭ്യമാക്കിയിട്ടുള്ള പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. പ്രാദേശിക സർക്കാർ എന്നുള്ള നിലയിൽ വനിതാ ശാക്തീകരണത്തിനായി നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ക്ഷീരകർഷകരായ വനിതകളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പാൽ സംരംഭവും വിതരണവും വാതിൽ പടിക്കൽ എന്ന പദ്ധതി ആവിഷ്കരിച്ച് 3,20,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. മെൻസ്ട്രൽ കപ്പ് വിതരണത്തിനായി 3 ലക്ഷം രൂപയും വനിതാ ഫിറ്റ്നസ് സെന്ററിനായി 3 ലക്ഷം രൂപയും വനിതകൾക്ക് കരോട്ട പരിശീലനത്തിനായി 1,50,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെ സമഗ്ര സുരക്ഷ വികസനത്തിനായി ജ്വാല എന്ന പദ്ധതിക്കായി 2,50,000 രൂപയും വകയിരുത്തിയിരിക്കുന്നു. സ്ത്രീ സുരക്ഷ ലക്ഷ്യമാക്കിക്കൊണ്ട് ജാഗ്രതാ സമിതി പ്രവർത്തിക്കുന്നതിനായി 50,000 രൂപ വകയിരുത്തുന്നു. വനിതകൾക്ക് തൊഴിൽ പരിശീലനത്തിന് വേണ്ടി 2,25,000 രൂപ വകയിരുത്തുന്നു. വനിതകൾക്ക് കരാട്ടെ പരിശീലനത്തിനായി 1,50,000 രൂപ വകയിരുത്തുന്നു. തൊഴിലിടം സുരക്ഷിതമാക്കണമെന്നും ഹരിതകർമ്മസേന അംഗങ്ങൾക്കും പഞ്ചായത്ത് ഓഫീസിലെത്തുന്ന വനിതകൾക്ക് വിശ്രമത്തിനായി സ്ത്രീ സൗഹാർദ്ദ ഇടം പെണ്ണിടം എന്ന പേരിൽ ഒരു വിശ്രമ കേന്ദ്രം പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന് നിർമ്മിക്കുന്നതിനായി 10 ലക്ഷം രൂപ വകയിരുത്തുന്നു. ശിശുക്കൾ മുറ്റത്തെ പൂന്തോട്ടം എന്ന അർത്ഥകൽപ്പനയുള്ള പൊതുവിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനമെന്ന കാഴ്ചപ്പാടിനാൽ രൂപീകരിക്കപ്പെട്ടതാണ് അംഗനവാടികൾ. വെള്ളാട്ട ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അംഗനവാടികളും സ്മാർട്ട് ആക്കുക എന്നതാണ് ഭരണസമിതിയുടെ ലക്ഷ്യം. ഇതിനോടകം 20ഓളം അംഗനവാടികൾ സ്മാർട്ടാക്കി മാറ്റി. സ്മാർട്ട് അംഗനവാടികൾക്കായി 20 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. അംഗനവാടി അനുകൂല പോഷകാഹാരത്തിനായി പഞ്ചായത്ത് വിഹിതമായി 25 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി വെള്ളട ഗ്രാമപഞ്ചായത്ത് എന്നും പരിശ്രമിച്ചിട്ടുണ്ട്. ശാരീരിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പും പദ്ധതിയുമായി 1,50,000 രൂപയും സംസാര വൈകല്യമുള്ളവരെ കൈത്താങ്ങുന്നതിനായി സ്പീച്ച് ബിഹേവിയർ ഒക്കുപേഷൻ ഭിന്നശേഷി ഉപകരണ വിതരണത്തിനായി 10 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കലാകായിക രംഗത്ത് ഭിന്നശേഷിക്കാരെ മാറ്റി നിർത്താതെ അവരെ മുന്നോട്ട് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടെ ഭിന്നശേഷിക്കാരുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപക തല കായിക മത്സരത്തിനായി 75,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പട്ടികജാതി പട്ടികവർഗ വികസനം പട്ടികവർഗ ജനസംഖ്യാനുപാതമായി വിവിധ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിനായി 5 ലക്ഷം രൂപയും പട്ടികജാതി വിദ്യാർത്ഥി 4 ലക്ഷം രൂപയും പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വാങ്ങി നൽകാൻ 4 ലക്ഷം രൂപയും പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പഠനമുറി 2 ലക്ഷം രൂപയും പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് 1 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനവും പൊതുകെട്ടിടങ്ങളുടെ നവീകരണവും ഭരണസമിതി വളരെയധികം പ്രാധാന്യം നൽകുന്നു. വെള്ളാട്ട ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന പനച്ചമുടി ജംഗ്ഷനിലെ വെയിറ്റിംഗ് ഷെഡ്, ആനപ്പാറ ജംഗ്ഷനിലെ വെയിറ്റിംഗ് ഷെഡ് എന്നിവ നവീകരിക്കുന്നതിനായി 11 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. റോഡുകളുടെ നവീകരണത്തിനായി ബഡ്ജറ്റിൽ ലഭ്യമായ തുകയായ 1,55 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് ഓഫീസ് നവീകരണം, പഞ്ചായത്ത് മീറ്റിംഗ് ഹാൾ നവീകരണം എന്നിങ്ങനെ പഞ്ചായത്ത് ജനസൗഹൃദ പഞ്ചായത്ത് ഓഫീസായി മാറ്റുന്നതിനായി 25 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ചേർന്ന് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഉപസംഹാരം. പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ജനങ്ങളുടെ ആസൂത്രിതമായ സാമ്പത്തികവും സാമൂഹികവുമായ വികസനം സുതാര്യമായ രീതിയിൽ ഗ്രാമസഭയെ മാറ്റുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് കൃത്യതയോടും ചിട്ടയായും നടന്നു വരുന്നതിൽ അഭിമാനിക്കുന്നു. വികസന പ്രവർത്തനങ്ങൾ മികച്ചതും ഗുണമേന്മയുള്ളതും അഴിമതി രഹിതവുമായ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടെ പഞ്ചായത്ത് ഭരണസമിതിയും ജീവനക്കാരും ഒത്തൊരുമിച്ച് അതീവ ശ്രദ്ധ പുലർത്തി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തികൾ
വിജയം കൈവരിക്കണമെന്ന പ്രതീക്ഷയിലാണ് ഈ ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. പരിമിതമായ വിഭവ സ്രോതസ്സുകളും വിപുലമായ ആവശ്യങ്ങളും സമന്വയിപ്പിച്ച് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശങ്ങളും നിബന്ധനകളും വിധേയമായി സുസ്ഥിര വികസന കാഴ്ചപ്പാടോടെ സമസ്ത മേഖലയിലെയും ഉൾപ്പെട്ട ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന് നിരവധി പേരുടെ സഹായ സഹകരണങ്ങളും ഉപദേശങ്ങളും പിന്തുണയും ലഭിച്ചിട്ടുണ്ട്. അവരോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. മാതൃക കാട്ടിക്കൂട്ടലല്ല, കാട്ടിക്കൊടുക്കലാണ്. ജനങ്ങളുടെ ആവശ്യം അറിഞ്ഞ് പദ്ധതി രൂപീകരണം സാധ്യമാകുമ്പോൾ പദ്ധതി ചിലവും സുതാര്യമായി പൂർണ്ണമാകും. കൂട്ടായ്മയിലൂടെ പദ്ധതികളെ നിരീക്ഷിച്ചും അവലോകനം ചെയ്തും നിർദ്ദേശങ്ങൾ ചൊരിഞ്ഞും മികച്ച പദ്ധതികളായി നമ്മുടെ പദ്ധതികളെ മാറ്റണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. ഓപ്പണിംഗ് ബാലൻസ് 84,48,188 രൂപ. നികുതി വരുമാനം 94,50,000. നികുതിയേതര വരുമാനം 49,000. $86,50,000. ആകെ 4,03,50,300. റവന്യൂ മറ്റ് ഗ്രാന്റ് പദ്ധതികൾ 62,37,23,000. റവന്യൂ ഗ്രാന്റ് പദ്ധതിയോരോ ചെലവുകൾ 11 കോടി. ആകെ വരവുകൾ 77,67,76,500. ആകെ മൂലധന വരവ് വായ്പ വാങ്ങൽ 20 ലക്ഷം. ആകെ ഒഴിവുള്ള മൂലധന വരവുകൾ 34 ലക്ഷം. ആകെ മൂലധന വരവുകൾ 54 ലക്ഷം. ആകെ വരവുകൾ 78,24,76,500. ആകെ വരവുകളും പ്രാരംഭ ബാക്കിയും 86,524,588. റവന്യൂ ചെലവുകൾ അനിവാര്യ ചെലവുകൾ 3,98,20,000. ഗ്രാന്റിൽ നിന്നുള്ള മൂലധന ചെലവുകൾ 64,09,36,692. ഗ്രാന്റിൽ നിന്ന് വർദ്ധിപ്പിച്ച ചെലവുകൾ 11 കോടി. ആകെ റവന്യൂ ചെലവ് 79,86,692. ആകെ ചെലവുകൾ 20 ലക്ഷം. 34 ലക്ഷം. ആകെ മൂലധന ചെലവുകൾ 2,34,00,000. ആകെ ചെലവുകൾ 81,70,56,692. ആകെ നീക്കിയിരിപ്പ് 4,95,67,996. ബഡ്ജറ്റ് അവതരണത്തിന്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ പഞ്ചായത്തിന്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ബഹുമാന്യ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട സെക്രട്ടറി ചെയർപേഴ്സൺ പ്രിയപ്പെട്ട ബഹുമാന്യ പഞ്ചായത്തിന്റെ ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർ, വളരെ വിഷയത്തോടു കൂടിയുള്ള ഒരു ബഡ്ജറ്റാണ് ഇന്ന് ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത്. മുന്നിലുള്ള നേരത്തെയുള്ള കാലങ്ങൾ ആലോചിച്ചു കഴിഞ്ഞാൽ ഭരണസമിതികളെക്കാൾ വളരെ സാങ്കല്പികമായി അടിസ്ഥാനപരമായി നാളേക്ക് ഒതുങ്ങുന്ന പാവപ്പെട്ട ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും മുൻഗണനയ്ക്കുമാണ്
കൂടുതൽ തുകയും അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ട നിങ്ങൾക്കെല്ലാവരും, ജനപ്രതിനിധികൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കാല ഭരണസമിതികളെ അപേക്ഷിച്ച് ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ 23 വാർഡുകളിൽ മുന്നേ ഇറങ്ങിപ്പോയാൽ എല്ലാ വാർഡുകളുടെ വികസന പദ്ധതികൾ അതിനകത്ത് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഇല്ലാതെ സർവസ്ത്ര മേഖലകളിലും വികസനത്തിൻ്റെ ഒരു കുതിപ്പായി മാറിയിരിക്കുകയാണ്. അതിലേറ്റവും കൂടുതൽ നമ്മൾ ഫണ്ടുകൾ ആവിഷ്കരിച്ചിരിക്കുന്നത് NRGS ഫണ്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ കൂടുതൽ വികസന പദ്ധതികൾ എന്ന് ആവിഷ്കരിച്ചിരിക്കുകയാണ്. പഞ്ചായത്തിലെ ഗുണങ്ങൾ വളരെ മനോഹരമായി വിവരിച്ചിട്ടുണ്ട്. എല്ലാവിധ മേഖലകളിലും കഴിയുന്നിടത്തോളം കാര്യങ്ങൾ ചെയ്യുവാൻ ഭരണസമിതിക്ക് നിർബന്ധമായിരിക്കുകയാണ്. അതേപോലെ പാവങ്ങൾക്ക് വേണ്ടിയുള്ള ആംബുലൻസ് സർവീസ്, അതേപോലെ തന്നെ പാവങ്ങൾക്ക് വേണ്ടിയുള്ള വളരെ കിടരോഗികൾ, പാലിറ്റീവ് കെയർ ആൾക്കാർ, അവർക്ക് ഫ്രീ ആയിട്ട് സമയബന്ധിതമായിട്ടുള്ള ആംബുലൻസ് സർവീസ്, അതേപോലെ തന്നെ പാലിയേറ്റീവ് മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ, സാമഗ്രികൾ എന്ന് വാങ്ങുന്നതിന് വേണ്ടി അടിസ്ഥാന വികസന ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഈ ഭരണസമിതി മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും ഈ ഭരണസമിതിക്കും ഈ ബഡ്ജറ്റിനും എല്ലാവിധ ഭാവങ്ങളും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ഏറ്റവും ബഹുമാനമുള്ള ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ അശോക് കുമാർ അവരുടെ ഏറ്റവും സ്നേഹാദരവോടുകൂടി ക്ഷണിക്കുന്നു. ബഹുമാനമുള്ള ബഡ്ജറ്റ് കമ്മിറ്റി യോഗത്തിൻ്റെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജ്മോഹൻ, ബഡ്ജറ്റ് അവതരിപ്പിച്ച വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷെർല വിൻസെന്റ്, ആശംസ സംസാരിച്ച വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ മംഗൾദാസ്, സ്വാഗതം ആശംസിച്ച സെക്രട്ടറി, മറ്റ് ജനപ്രതിനിധികൾ, നിർവഹണ ഉദ്യോഗസ്ഥന്മാർ, പത്രമാധ്യമ പ്രവർത്തകർ, ഇന്നിവിടെ അവതരിപ്പിച്ച ബഡ്ജറ്റിനെ സംബന്ധിച്ച് എനിക്ക് ഒരു കാര്യമാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ലൈഫ് ഭവന പദ്ധതിക്ക് 40 ലക്ഷം രൂപയാണ് ബഡ്ജറ്റിൽ പറയുന്നത്. ആ തുക കൂട്ടണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ അവതരിപ്പിച്ച ബഡ്ജറ്റിനെ അംഗീകരിക്കുന്നു. എല്ലാവർക്കും ആശംസ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ഏറ്റവും ബഹുമാനമുള്ള വെള്ളടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജ്മോഹൻ അവർ, ഇവിടെ ബഡ്ജറ്റ് അവതരിപ്പിച്ച വൈസ് പ്രസിഡന്റ് ഷെർല വിൻസെന്റ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, എൻ്റെ ഏറ്റവും പ്രിയമുള്ള ജനപ്രതിനിധികളെ, മാധ്യമ പ്രവർത്തകരെ, സഹ മെമ്പർമാരെ, പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരെ, നമുക്കറിയാം 2024-25 സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റ് ഏറ്റവും ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് മുൻതൂക്കം നൽകിയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ നടപ്പിലാക്കുന്ന ഓരോ കാര്യങ്ങളും വ്യത്യസ്തമായ കാര്യങ്ങളായിരുന്നു. നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഒന്ന്, പ്രസിഡന്റ് ആമുഖ സന്ദേശത്തിൽ പറഞ്ഞതുപോലെ ശ്മശാനം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് എത്തി. മറ്റൊരു കാര്യം, എപ്പോഴും ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഒരു ആംബുലൻസ് സർവീസ്. പ്രത്യേകിച്ച് ഡയാലിസിസ് രോഗികളെയൊക്കെ കൃത്യമായിട്ട് സൗജന്യമായി ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിക്കുന്നു എന്നത് ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ്. പിന്നെയുള്ളതാണ് യുവജനങ്ങള്. ഈ വർഷം യുവജനങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഒരു കുടുംബത്തിന്റെ ആയാലും സമൂഹത്തിന്റെ ആയാലും നട്ടെല്ലെന്ന് പറയുന്നത് യുവജനങ്ങളാണ്. അവരുടെ കായികക്ഷേമം വർദ്ധിപ്പിക്കുക ഇന്നത്തെ കാലത്തിന്റെ ആവശ്യകത കൂടെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സ്റ്റേഡിയം നവീകരിച്ചെടുക്കുന്നത്. സ്റ്റേഡിയത്തിന്റെ അടിസ്ഥാന പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു. ഈ വർഷത്തോടുകൂടി സ്റ്റേഡിയം എന്ന സ്വപ്നം നമ്മുടെ യുവജനങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് പഞ്ചായത്ത് മുന്നോട്ട് നീങ്ങുകയാണ്. ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച വൈസ് പ്രസിഡന്റും കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി. ആശംസകളാണ് ഇപ്പോൾ നടക്കുന്നത്. ആർക്ക് വേണമെങ്കിലും സംസാരിക്കാം, അല്ലെങ്കിൽ 2.5 മണിക്ക് ബഡ്ജറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട് പിരിയേണ്ടി വരും. ആർക്ക് വേണമെങ്കിൽ സംസാരിക്കാം.
ബഡ്ജറ്റിൻ്റെ അധ്യക്ഷൻ പ്രസിഡന്റ്, ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച വൈസ് പ്രസിഡന്റ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ക്ഷേമകാര്യ ചെയർപേഴ്സൺ, സെക്രട്ടറി, മറ്റുകൂടെ ആയിരിക്കുന്ന പ്രിയമുള്ളവർ, 2024-25 ബഡ്ജറ്റ് സാധാരണക്കാരുടെ ജീവിതങ്ങൾക്ക് മാറ്റിമറിക്കുന്നതിന് വേണ്ടി, സാധാരണക്കാരുടെ ആവശ്യങ്ങൾക്ക് മുൻതൂക്കം നൽകി വളരെ ഉപയോഗപ്രദമായ ഒരു ബഡ്ജറ്റാണ് നമ്മുടെ ഈ ഭരണസമിതി അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ബഡ്ജറ്റിന് എല്ലാവിധ പിന്തുണകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ബഡ്ജറ്റ് ചർച്ച 2:30 മണിക്കാണ്. ഇപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി പിരിയും.